ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈ നെയിൽ പോളിഷ് കളക്ഷൻ ആണ്. ദേ ഇത്രയും നെയിൽ പോളിഷ് ഉണ്ട്. പക്ഷെ ഇതൊന്നും ഒരു മാസം കൊണ്ടോ അല്ലെങ്കിൽ 3-4 മാസം കൊണ്ടോ അങ്ങനെയൊന്നും മേടിച്ചതല്ല. ഇതൊരു 3-4 വർഷത്തെ നെയിൽ പോളിഷ് ഉണ്ട് എൻ്റെ കയ്യിൽ. ഞാൻ അങ്ങനെ നെയിൽ പോളിഷ് ഒന്നും അങ്ങനെ കളയാറില്ല. ഓക്കെ, ഇത് കുറച്ച് നാൾ മുന്നേ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ മേടിച്ചിട്ടുള്ള കളറാണ്. ദേ ഈ ഒരു കളറ്, ഒരു പീച്ച് റെഡിഷ് ഒക്കെ ആയിട്ടുള്ള ഒരു കളറാണ്. സോ ഇതാണ് കണ്ടോ, ഇത് ഒരു മിനിറ്റ്, കണ്ടോ, ഇത് ഷുഗർ പോപ്പിന്റെ ആണ്. ഇത് അത്യാവശ്യം നല്ല ബ്രാൻഡാണ് കേട്ടോ. ഒരു 2-3 ആഴ്ചയായിട്ട് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഇത് ഒരു പെട്ടെന്ന് പോണ ടൈപ്പല്ല. ഓക്കെ, പിന്നെ എൻ്റെ കയ്യിൽ ഏറ്റവും വില കൂടിയിട്ടുള്ള നെയിൽ പോളിഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്. ഇത് ലാക്മേയുടെ നെയിൽ പോളിഷ് ആണ്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 325 ആണ്. ഇതൊരു റെഡ് കളറാണ് കേട്ടോ. നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവും എൻ്റെ ഫേവറേറ്റ് കളർ ഏതാണെന്ന്. ഓക്കെ, ഇതൊരു റെഡ് കളർ. ദെൻ ഇതൊക്കെ റെഡ് കളേഴ്സ് ആണ്. നിങ്ങൾക്ക് നോക്കിക്കോ, ഇതൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എനിക്ക് റെഡിന്റെ പ്രാന്താണെന്ന്. അതെ, ഇത്രയും റെഡ് കളേഴ്സ് ഉണ്ട് എനിക്ക്. ഇത് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു. ഇത് ലാക്മേയുടെ. അതേപോലെ തന്നെ ഇത് സ്റ്റുഡിയോന്ന് വാങ്ങിച്ചതാണ്. ഈ റെഡിനൊക്കെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അത് എൻ്റെ കണ്ണുകൊണ്ട് നോക്കിയാൽ മാത്രമേ ഇതൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. സോ ഇത് സ്റ്റുഡിയോന്ന് വാങ്ങിച്ചതാണ്. ഇത് ലാക്മേയുടെ ആണ്. ഇതിനൊരു 125 റേഞ്ചാണ്. ഇത് റെഡിന്റെ വേറൊരു ഷെയ്ഡാണ്. അതേപോലെ തന്നെ ഇത് ഒരു ഓറഞ്ച് കളറാണ്. ഇത് ബ്ലൂ ഹെവന്റെ ആണ്. ഇത് ഡാസ്ലറിന്റെ ഒരു ഡാർക്ക് റെഡ് കളറാണ്. അതേപോലെ തന്നെ ഇതും ബ്ലൂ ഹെവന്റെ തന്നെ വേറൊരു റെഡ് കളർ. ഇത് ആ ഒരു റെഡ് കളറ്. പിന്നെ ഇതൊരു ഓറഞ്ചിഷ് റെഡ് കളർ. അതായത് ഇത് കളർബെറിയുടെ ആണ് നെയിലിനാമല്. ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ മുറിഞ്ഞിട്ട് ബ്ലഡ് വരുമ്പോൾ എന്ത് കളറായിരിക്കും, ആ കളറാണിത്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുകൊണ്ട് പോകും, എനിക്ക് വേണ്ടത് ബ്ലഡിന്റെ കളറാണ്. നമുക്ക് കൈ മുറിച്ചിട്ട് സെലക്ട് ചെയ്തെടുക്കാന്ന് പറയും. എനിക്ക് അത്രക്ക് റെഡ് ഭയങ്കര ഇഷ്ടമാണ്. അത് ബ്ലഡിന്റെ കളർ റെഡ് ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. യക്ഷിയാണ് വാമ്പേറാണെന്നൊന്നും പറയരുത് കേട്ടോ. എന്തോ എനിക്കിഷ്ടമാണ്, മോഹൻലാൽ പറയണ പോലെ. അതേപോലെ ഇത് ഞാൻ സ്റ്റൈൽ യൂണിയനിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. 10 രൂപയ്ക്കാണ് മേടിച്ചത്. റീലിലോ എന്തെങ്കിലും വീഡിയോസിലൊക്കെ കയ്യിലിട്ട് കാണാൻ നല്ല രസമായിരിക്കില്ലേ. ഇതൊരു അടിപൊളി കളറല്ലേ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതേപോലെ തന്നെ ഇതൊരു ഗോൾഡൻ കളറ്. ദെൻ ഇതൊരു പ്രത്യേകതരം കളറാണ്. ഞാൻ വാഴക്കൂമ്പിന്റെ കളറാണെന്ന് പറയാ. വാഴക്കൂമ്പിന്റെ കളർ ഇതായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഇത് സ്റ്റുഡിയോന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇത് വന്നിട്ട് വൈൻ റെഡ് കളറാണിത്. ശരിക്കും ഇത് വൈൻ്റെ പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഒരിടക്ക് ഞാൻ ഈ കളർ തന്നെയാണ് അടിച്ചുകൊണ്ടിരുന്നത് വെച്ചത്. ഇത് വന്നിട്ട് ബാംഗ്ലൂരുള്ള സ്റ്റുഡിയോന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. സ്റ്റുഡിയോന്ന് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളതൊക്കെ ബാംഗ്ലൂർ വെച്ചിട്ടാണ്. ഇവിടെ ചെന്നൈയിലത്തെ സ്റ്റുഡിയോന്ന് ഞാൻ നെയിൽ പോളിഷ് ഇതുവരെയും പർച്ചേസ് ചെയ്തിട്ടില്ല. ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊരു അടിപൊളി പർപ്പിൾ ലാവണ്ടർ കളറാണ്. ഇതിനൊരു സിൽവർ കളറിലെ ഗ്ലിറ്ററിങ് ഉണ്ട്. കണ്ട, സിൽവർ കളറിലൊരു ഗ്ലിറ്ററിങ് ഉണ്ട്. ക്യാമറയിൽ എത്ര വിസിബിൾ ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതൊരു അനന്തർ ക്യൂട്ട് കളറാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഗ്ലിറ്ററിങ് ഉള്ള ടൈപ്പ് എനിക്ക് ഇഷ്ടമല്ല. ചില ഗ്ലിറ്ററിങ് ടൈപ്പ് ഞാനിങ്ങനെ നോക്കിയെടുക്കുന്നതാണ്. അല്ലാണ്ട് ഒരു ഷെയ്ഡ് ഉണ്ടാവില്ലേ, ലൈക്ക് ഇതിൻ്റെയൊക്കെ പോലത്തെ ഒരു ഷെയ്ഡ് ഉള്ളതില്ലേ, അതെനിക്ക് ഈ ഗോൾഡൻ കളറിൽ മാത്രമേ ഇഷ്ടമുള്ളൂ. കാരണം നമ്മൾ ഈ അതിൻ്റെ ലൈറ്റ് കളേഴ്സ് എന്തെങ്കിലുമൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മഞ്ഞളൊക്കെ കൂട്ടിയിട്ടുള്ള കറി കഴിക്കില്ലേ, എസ്പെഷ്യലി ക്യാബേജ് തോരൻ അങ്ങനത്തെയൊക്കെ കഴിക്കുമ്പോൾ ഈ കൈമേൽ നമുക്ക് ആ ഒരു മഞ്ഞ കളറായ പിന്നെ പോകത്തില്ല. തന്നെയല്ല, എനിക്ക് ഇഷ്ടമല്ല അങ്ങനത്തെ ഷെയ്ഡഡ് ആയിട്ടുള്ളത്. എനിക്ക് ഇഷ്ടമല്ല അങ്ങനത്തെ. പിന്നെ ഷെയ്ഡഡ് ആയിട്ടുള്ളത് വൺ മോർ ദിസ് ഗ്രീൻ. ഇതും ഞാൻ സ്റ്റുഡിയോന്ന് വാങ്ങിച്ചാണ് കേട്ടോ, ബാംഗ്ലൂർ ഉള്ളപ്പോൾ. കണ്ടോ, ഇതിനും ഒരു ഗ്ലിറ്ററിങ് ടൈപ്പാണ്. ഇത്
ക്യൂട്ടാണ്. ഇതൊക്കെ നമ്മൾ നെയിൽ ഉണ്ടെങ്കിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ ചില ന്യൂഡ് ഷെയ്ഡ്സും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഇത് ബ്ലിങ്കിറ്റിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഇത് മാൾസിൻ്റെ ഇതൊരു അടിപൊളി ഷെയ്ഡാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ദെൻ ഇത് വന്നിട്ട് അമ്മ തന്നതാണോ അതോ ഞാൻ മേടിച്ചാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഇത് ലാക്മേയുടെ ആണ്. അമ്മ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഇത് ഞാൻ അവൾക്ക് കൊടുത്ത കളറാണെന്ന് പറയും. ഇതും അമ്മ എന്നാണ്. നെക്ക് ലൈൻ ഇതും ഒരു ബ്രൗൺ ഷെയ്ഡാണ്. ഇത് ഡാസ്ലറിൻ്റെ വയലറ്റ് ഓർ പർപ്പിൾ കളറാണ്. ദെൻ ഇതിൽ ചെറിയൊരു ടൈപ്പ് ഗ്ലിറ്ററിങ് ഉണ്ട്. പിന്നെ ഇത് കോപ്പി ക്യാറ്റ് ഈ ഒരു പിങ്ക് കളറ്. പിന്നെ ഇത് വന്നിട്ട് LA18 നെയിൽ പോപ്സ്. LA18 നെയിൽ പോപ്സിൻ്റെ 2 ഷെയ്ഡ് ഉണ്ട്. ഒന്ന് യെല്ലോയും ഉണ്ട്, ഒന്ന് ഒരു പിസ്ത ഗ്രീൻ കളറും ഉണ്ട്. എനിക്ക് ഇങ്ങനത്തെ ഗ്രീൻ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. റെഡ് കഴിഞ്ഞാൽ സെക്കൻഡ് എനിക്ക് ഇങ്ങനത്തെ ഗ്രീൻ കളർ, പിസ്ത ഗ്രീൻ കളറാണ് എനിക്കിഷ്ടം. പിസ്ത ഗ്രീൻ, ഒലീവ് ഗ്രീൻ, അങ്ങനത്തെ ഗ്രീനിൻ്റെ ഷെയ്ഡ് ഇത് കണ്ട, ഒലീവ് ഗ്രീൻ ഒക്കെ പോലത്തെ ഒരു കളർ. ഇതിപ്പോൾ എനിക്ക് ഒലീവ് ഗ്രീൻ എന്ന് പറയാൻ പറ്റൂലല്ലോ. ഇതൊരു ഗ്രീൻ, ഇങ്ങനത്തെ ഗ്രീനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ജ്യൂസിൻ്റെ ആണ്. ഇതൊരു കളർ ബെറിയുടെ ഒരു ഇടിവിട്ടുള്ളൊരു പിങ്കാണ്. ഇതെനിക്ക് ഞാൻ നെയിലുള്ളപ്പോൾ വാങ്ങിച്ചിട്ടുള്ളതാണ്. പിന്നെ ഇത് രണ്ടും കളർ എസെൻസിൻ്റെ ആണ്. ഇത് നോക്കിക്കേ, കണ്ട, ഇതൊരു ബ്രൗൺ കളറാണ്, ഗ്ലിറ്ററിങ് ഉള്ള ടൈപ്പ്. ഇത് പ്ലെയിൻ യെല്ലോ ആണ്. ഇതൊരു മാമ്പഴ യെല്ലോയും ഇതൊരു നോർമൽ യെല്ലോയും. എനിക്ക് ഈ യെല്ലോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നയൻതാര അടിച്ചേക്കാൻ വേണ്ടിയിട്ടാണ് അതിനോടൊരു ഇഷ്ടം തോന്നിയത്. തന്നെയല്ല, എൻ്റെ കയ്യിൽ അടിച്ചിട്ട് നല്ല ഭംഗിയുണ്ടെന്ന് എല്ലാവരും പറഞ്ഞായിരുന്നു. അങ്ങനെ ഇതും കളർ എസെൻസിൻ്റെ ഒരു ഡാർക്ക് ഗ്രീൻ കളറാണ്. പിന്നെ ഇത് മേരി ജോഗ് ജെൽ കോട്ട് നെയിൽ പോളിഷാണ്. ഇത് ഈ കളർ തന്നെയാണ് കേട്ടോ, സെയിം ഉള്ളിൽ കണ്ട. ഇതൊരു നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ്, എനിക്കിതും ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ വേറെ ഡാസ്ലറിൻ്റെ 2 കളേഴ്സ് ഉണ്ട്. ഒന്ന് ഈ ഒരു പിങ്കും പിന്നെ ഈ ഒരു ഗ്രീനും. ഈ ഗ്രീനിൽ ഗ്ലിറ്ററിങ് ഉണ്ട്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ അബിക്ക് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അബിക്ക് ഓഫീസിൽ വരേണ്ടി വന്നു. അപ്പോൾ ഞാനും ജാനിയും വീട്ടിലായിരുന്നു. അപ്പോൾ അബി ഞങ്ങളുടെ അടുത്തോട്ട് വന്നപ്പോൾ അബി ഒരു വലിയൊരു ഫെറോറോ റോച്ചറും പിന്നെ 2 നെയിൽ പോളിഷും മേടിച്ചിട്ട് വന്നായിരുന്നു. അപ്പം ഇതും വേറൊരു കളറും ഉണ്ടായിരുന്നു, പക്ഷെ ആ കളർ എന്തോ ബസ്സിൽ എന്തോ പോയി. ദെൻ ഈ കളർ എനിക്ക് കൊണ്ടുവന്ന് തന്നു. ഇത് ഞാൻ അടിച്ചു, അവിടെ വെച്ചിട്ട് നെയിലിൽ അടിച്ചായിരുന്നു. പക്ഷേ എനിക്ക് എന്തോ തിരിച്ചു പോന്നപ്പോൾ ഇതെടുക്കാണ്ട് പോരാനായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം അബി എനിക്ക് മേടിച്ചു തന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. സോ അതുകൊണ്ടിട്ട് ഞാൻ ഇതൊന്നും ആർക്കും കൊടുക്കത്തുമില്ല, എവിടെയും വെച്ച് മറക്കത്തുമില്ല. സോ അതാണ് ഈ ഒരു കളറ്. പിന്നെ ഇത് കട്ട പിടിച്ച് ഇതൊരു ലൈറ്റ് കളറാണ്. സോ ഇത്രയൊക്കെയാണ് എൻ്റെ നെയിൽ പോളിഷ് കളക്ഷൻസ്. മോസ്റ്റ് ഫേവറേറ്റ് കളർ ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഡിൻ്റെ ഷെയ്ഡ്സ്. പിന്നെ ഗ്രീൻ ഇഷ്ടമാണ്, ന്യൂഡ് ഷെയ്ഡ്സ് ഒക്കെ എനിക്കിഷ്ടമാണ്. പിന്നെ ഈ ഒരു വൈൻ റെഡ് കളർ. ഓക്കെ, അപ്പോൾ ഓരോ പ്രാവശ്യവും ഓരോ കളേഴ്സ് ആയിരിക്കും. എനിക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള കളേഴ്സിനോടായിരിക്കും കൂടുതൽ താല്പര്യം. ഒരിടക്ക് ഇങ്ങനത്തെ ഗോൾഡൻ കളർ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. അപ്പം ആ ഒരു സമയത്ത് ആ കളേഴ്സ് ആയിരുന്നു. പിന്നെ കൂടുതലും എനിക്ക് നെയിലുള്ളതാണ് എനിക്കിഷ്ടം. ഞാൻ കൂടുതലായിട്ടും നെയിൽ വളർത്തുന്ന ഒരാളാണ്. അതേപോലെ തന്നെ എന്താ പറയുക, എനിക്ക് കുഞ്ഞിലേക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നെയിൽ വളർത്തി നെയിൽ പോളിഷ് ഇടാനായിട്ട്. പക്ഷെ നെയിൽ വളർന്നു തുടങ്ങുന്ന ഒരു സ്റ്റേജ് തൊട്ടിട്ട് ഞാനത് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ഇടയ്ക്ക് നെയിൽ ആർട്ട് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഇത്രയൊന്നും ആയിരുന്നില്ല കേട്ടോ നെയിൽ. അന്നൊക്കെ ഇതിനേക്കാളും കൂടുതൽ നെയിലുണ്ടായിരുന്നു. അപ്പം നെയിൽ പോളിഷ് അടിച്ച്, അതായത് ഞാൻ അന്ന് ഒരു നല്ല ഡാർക്ക് റെഡ് കളർ നെയിൽ പോളിഷ്, അപ്പം കയ്യിൽ നെയിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചു. എസ്പെഷ്യലി നമ്മൾ ഈ റെഡ് കളേഴ്സ് യൂസ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
നമ്മൾ നെയിലൊക്കെ ഒരു കുഞ്ഞിതുള്ളെങ്കിലും നെയിൽ ഒരുപാട് ഉള്ളതായിട്ട് നമുക്ക് തോന്നിക്കും. അതേപോലെ തന്നെ നമ്മുടെ കൈയുടെ കളറ് കുറച്ചും കൂടെ എടുത്ത് കാണിക്കും. പിന്നെ വില കുറവും വില കൂടുതലുള്ള നെയിൽ പോളിഷിന്റെ ഒരു വ്യത്യാസം, ഡിഫറൻസ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, വില കൂടുതലുള്ള നെയിൽ പോളിഷ് ഒരുപാട് നാൾ നിൽക്കും. ഇപ്പൊ ഞാൻ അത്ര വിലയൊന്നും ഇല്ലെങ്കിലും ഈ ഷുഗർ പോപ്പിന്റെ ഈ ഒരു നെയിൽ പോളിഷ് ഇട്ടിട്ട് ഞാനത് 3 വീക്കായി 3 വീക്കായി 129 റുപ്പീസാണ്, 130 റുപ്പീസാണ്. പക്ഷെ അത്രയും ലാസ്റ്റ് ചെയ്ത് 2 വീക്ക് കഴിഞ്ഞപ്പോഴാണ് കുറച്ചെങ്കിലും ഇതിൽ നിന്ന് പോയി തുടങ്ങിയിട്ടുള്ളത്. ഇതേപോലെ തന്നെയാണ് ലാക്മേന്റെ ഒക്കെ, പിന്നെ സ്റ്റുഡിയോന്റെ നല്ലതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു സ്റ്റുഡിയോനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ഈ ഒരു ഷുഗർ പോപ്പിന്റെ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് എൻ്റെ നെയിൽ പോളിഷ് കളക്ഷൻസ്. പിന്നെ നെയിൽ ഉണ്ടെങ്കിലും അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ്. ഒരിടയ്ക്ക് എനിക്ക് നെയിൽ ഇങ്ങനെ പൊട്ടി പോകുമായിരുന്നു. അതൊരു കോളേജ് ടൈമിലൊക്കെയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നെയിൽ പോളിഷ് അടിക്കും, എന്നിട്ട് ഈ നെയിലില്ലേ ഉള്ളിലത്തെ നെയിലും മേലും ഞാൻ അടിച്ചു വെക്കുമായിരുന്നു. അപ്പൊ അത്രയും ഉള്ളിൽ നിന്നും ഇവിടെ നിന്നുള്ളൊരു കട്ടി കൊടുക്കുമല്ലോ നെയിലിന്. അതൊക്കെ എൻ്റെ വിശ്വാസമാണ്, അത് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ആ ഒരു ഇത് കൊടുക്കുമ്പോൾ നെയിൽ പെട്ടെന്ന് പൊട്ടാനുള്ളൊരു ടെൻഡൻസി കുറയും. അതേപോലെ തന്നെ ഒരു പ്രാവശ്യം എനിക്കൊരു എന്താ പറയാ, ഇതേപോലെ തന്നെ നെയിൽ വളർത്തി നെയിൽ പോളിഷ് ഒക്കെ ഇട്ട് വെച്ചേക്കുമായിരുന്നു. കമ്പ്യൂട്ടർ ലാബിൽ കയറി. അപ്പം കമ്പ്യൂട്ടർ ലാബിൽ കയറി കഴിഞ്ഞപ്പം എൻ്റെ ബാഗും എൻ്റെ കൂട്ടുകാരത്തിൻ്റെ എൻ്റെ കൂട്ടുകാരത്തിൻ്റെ ബാഗും മേലോ ഒന്നും മേലെ എൻ്റെ കൈ ഇങ്ങനെ തട്ടിക്കഴിഞ്ഞപ്പോൾ ഈ തള്ള വിരലിൻ്റെ ഇത് ഇങ്ങനെ ഇത്രയും അങ്ങോട്ട് പൊളിഞ്ഞ് ബ്ലഡൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പൊ എനിക്ക് അവിടെ വെച്ച് നെയിൽ കട്ടർ ഒന്നുമില്ല. അപ്പൊ പിന്നെ മാലിയങ്കരയെന്നൊക്കെ ബസ്സിൽ നിന്നാണെങ്കിൽ ഒടുക്കത്തെ തിരക്കായിരിക്കും. വൈകിട്ടൊക്കെ നമ്മൾ ചിന്തിക്കേ വേണ്ട, 3 മണി 3:30 സമയത്തൊക്കെ ബസ്സിൽ കയറാനേ ചിന്തിക്കാനേ പറ്റത്തില്ല. സോ ഞാനങ്ങനെ കടിച്ചു പിടിച്ച് ലാബിലൊക്കെ കഴിഞ്ഞ് അനക്കാണ്ട് തട്ടാണ്ട് മുട്ടാണ്ട് ഒരു കണക്കിന് ബസ്സിലൊക്കെ കയറി മുത്തൂന്നത്ത് വന്ന് പിന്നെ അവിടെ നിന്ന് ഡയറക്റ്റ് ട്രാൻസ്പോർട്ടിൽ കയറി വീട്ടിൽ വന്ന് നെയിൽ കട്ടർ എടുത്ത് കട്ട് ചെയ്ത് കളഞ്ഞു. ഭയങ്കര വേദനയായിരുന്നു അന്ന്. ഓക്കെ, ഇപ്പോഴും നെയിൽ പൊളിഞ്ഞാൽ സഹിക്കാൻ പറ്റത്തില്ല, വേറെ എന്ത് വഴിയും സഹിക്കാം. പക്ഷെ നെയിൽ പൊളിഞ്ഞിട്ടുള്ളൊരു വേദന പറ്റില്ല. എന്ന് വെച്ചാൽ നെയിൽ വളർത്താണ്ടിരിക്കുമോ ഞാൻ? ഇല്ല, നെയിൽ വളർത്തുന്ന ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ ഇത്ര ഉള്ളൂ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ എന്ന് പറയാൻ പറ്റില്ല, ഇത്തിരി ലെങ്തി വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. Thank you for watching. This is Sethulakshmi Abhilash signing off.